കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും രാഹുൽ ഗാന്ധിയെയും ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും ആ വലിയ വാർത്ത വരികയാണ്. ന്യൂനപക്ഷ പ്രീണനത്തിനു വേണ്ടി വന്ദേമാതരം മുഴുവനായും പാടേണ്ടതില്ല എന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാടെടുത്തപ്പോൾ അതിനെ ചവറ്റുകുട്ടയിലെറിഞ്ഞ സാക്ഷാൽ മോദിക്കൊപ്പം നിന്നിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മതമൗലികവാദികൾക്കും പ്രീണന രാഷ്ട്രീയക്കാർക്കും ഇതിലും വലിയൊരു ഇരുട്ടടി കിട്ടാനില്ല. വരാനിരിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വന്ദേമാതരം അതിലെ മുഴുവൻ വരികളും ഉൾപ്പെടുത്തി പൂർണ്ണമായും ആലപിക്കണമെന്ന കർശന ഉത്തരവാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അക്ഷരം പ്രതി അനുസരിച്ചാണ് സതീശൻ സർക്കാരിന്റെ ഈ നടപടി. സംസ്ഥാന ഗീതമുണ്ടെങ്കിൽ അതിനുശേഷം അല്ലെങ്കിൽ പരിപാടിയുടെ തുടക്കത്തിൽ വന്ദേമാതരം ആലപിക്കണം. യഥാർത്ഥ കവിതയിലെ 6 ചരണങ്ങളും ഉൾപ്പെടുത്തി 3 മിനിറ്റും 10 സെക്കൻഡും എടുത്ത് വേണം ഇത് പാടാൻ. വരികളും ചിഹ്നങ്ങളും കൃത്യമായി പാലിക്കണമെന്നും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. രാജ്യത്തുടനീളം ദേശീയത അടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് വന്ദേമാതരം പാടുന്നതിൽ ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതിന്റെ പകർപ്പ് അയച്ചു നൽകുകയും അതത് സംസ്ഥാനങ്ങൾക്ക് കീഴിലുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ഇത് കർശനമായി നടപ്പാക്കാൻ മോദി സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇവിടെയാണ് കോൺഗ്രസിന്റെ കാപ്പട്യവും സതീശന്റെ ഗതികേടും നമ്മൾ തിരിച്ചറിയേണ്ടത്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊണ്ടുവന്നപ്പോൾ വോട്ട് ബാങ്കിന് ഭയന്ന് അതിനെ ആദ്യം എതിർത്തത് കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെയാണ്. വന്ദേമാതരം പൂർണ്ണമായും പാടേണ്ടതില്ല എന്നായിരുന്നു അവരുടെ രാജ്യവിരുദ്ധ നിലപാട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാ സ്വാതന്ത്ര്യ സമര സമ്മേളനങ്ങളും ആരംഭിച്ചിരുന്നത് ഈ 6 ചരണങ്ങളുള്ള വന്ദേമാതര ഗാനത്തോടെയാണ്. അന്നത്തെ മുസ്ലിം ലീഗ് ഇത് പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനു ശേഷം അന്നവർ വിവാദമായ ചരണം വെട്ടിമാറ്റി പാടാൻ ആരംഭിച്ചത് അന്ന് മുതലാണ്. അതും പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ ഈ മണ്ണ് വിഭജിച്ച് സ്വന്തം രാജ്യം വാങ്ങിപ്പോയി. ഇപ്പോൾ ആ മുസ്ലിം ലീഗിന്റെ ഇന്ത്യ ഘടകത്തിന്റെ ദുർവാശിയിലാണ് ഗാന്ധിയുടെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ഭഗത് സിംഗിന്റെയും സവർക്കറിന്റെയും സമരമന്ത്രമായ വന്ദേമാതരത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ കോൺഗ്രസ് അതപ്പതിച്ചത്. എന്നാൽ ഹൈക്കമാൻഡ് എന്ത് തന്നെ പറഞ്ഞാലും കേരളത്തിൽ അത് വിലപ്പോകില്ലെന്നും മോദിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശം അനുസരിക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശന് നന്നായി അറിയാം. അതാണ് സ്വന്തം പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ പോലും തള്ളിപ്പറഞ്ഞ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കാൻ സംസ്ഥാന സർക്കാരിനെ നിർബന്ധിതമാക്കിയത്. കാരണം ഇത് പുതിയ ഭാരതമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി രാജ്യത്തിന്റെ അഭിമാനമായ ദേശീയ ഗീതത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടി കിട്ടും. രാഷ്ട്രീയമായി എത്ര എതിർപ്പുകൾ ഉണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ദേശീയതയുടെ കാറ്റിന് മുന്നിൽ സംസ്ഥാന സർക്കാരുകൾക്ക് മുട്ടുമടക്കേണ്ടി വരും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്ത. ഡൽഹിയിലിരുന്ന് വന്ദേമാതരത്തെ എതിർക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കും കേരളത്തിലെ മതമൗലികവാദികൾക്കും ഇനി മാറിയിരുന്ന് കരയാം. കാരണം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലും വന്ദേമാതരം അതിന്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ മുഴങ്ങിക്കേൾക്കും. വിശ്വസിക്കാൻ